ഗുഡ് മോർണിംഗ് വ്യൂയേഴ്സ്. മാർക്കറ്റ് ഒരു ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നില്ല, കൺസോളിഡേഷൻ കാണുന്നു. ഇന്ന് വേറൊരു വലിയ ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ ഒറാക്കിൾ ഏകദേശം 30,000 ആൾക്കാർ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സോ അത് വലിയൊരു ഇമ്പാക്റ്റ് IT സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ അമേരിക്ക മോഡിയോട് പറഞ്ഞു 30 ദിവസം ഞാനേക്ക് സമയം തരുന്നു, 30 ദിവസത്തേക്ക് കൂടി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാം. അതായിരുന്നു അവരൊരു പ്രധാന പ്രശ്നം. കഴിഞ്ഞ തവണ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയ സമയത്ത് അത് വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വാറിലുകൊണ്ട് US അഗ്രി ചെയ്തു ഇന്ത്യക്ക് 30 ദിവസം ഓയിൽ വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒറാക്കിൾ ഇപ്പം ഇത്രയും ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സർട്ടൻലി ദേ ആർ റീപ്ലേസിങ് വിത്ത് AI. So just imagine if machines can do all the work, then what is the human value? Human labor and the value on that. It is all disappearing. Human labor value is disappearing. So how the human beings are going to compete with the machines? So the വലിയൊരു പ്രശ്നമാണ്. See, most of the areas human beings cannot do better jobs than machine. സോ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു റോബോട്ട് ഒരു 1000 സോൾജിയേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോബോട്ട് ക്യാൻ ഡു എ ബെറ്റർ പ്രൊഡക്റ്റീവ് ജോബ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് AI ഈസ് മോർ പ്രൊഡക്റ്റീവ് ദാൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ ലേ ഓഫ് നടക്കുന്നത്. സോ ഇറ്റ് ലീഡ്സ് ടു എ ഡിക്ലൈൻ ഇൻ ദി എംപ്ലോയ്മെൻറ്റ്. സോ അത് വലിയൊരു പ്രോബ്ലം വേൾഡിൽ വരുന്ന ഫോൾ ഇൻ വേജസ്. അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആൾക്കാർക്ക് ജോലിയില്ലാത്ത സമയം ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് കെയ്ൻസ് പണ്ട് പറഞ്ഞത്. ഈ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് വന്ന സമയത്ത് എന്ന് വെച്ചാൽ അത് അയാൾ പറഞ്ഞ ഇറ്റ് ഈസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. കെയ്ൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു. അത് അയാൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. At the same time, it will give free time for the further innovation. എംപ്ലോയീസിന് ലീഷർ ടൈമൊക്കെ കൊടുക്കുന്ന പറഞ്ഞു. സോ അയാൾ പറഞ്ഞ് ടെക്നോളജിക്കലി അൺഎംപ്ലോയ്മെൻറ്റ് ഉദ്ദേശിച്ചു വെച്ചാൽ പണ്ട് കാലത്ത് ഈ പവർലൂം വന്ന സമയത്ത് ഈ എല്ലാ തരത്തിലുള്ള നെയ്ത്ത് പോലത്തുള്ള ഈ ജോലി എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പവർ ലൂംസ് ഈ വീവേഴ്സിൻ്റെയൊക്കെ ജോലി ഇല്ലാണ്ടാക്കി. മോട്ടോർ കാർസ് വന്ന സമയത്ത് കുതിര വണ്ടി ഓടിക്കുന്നൊന്നും ജോലി ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക് ലൈറ്റ് ബൾബ് വന്ന സമയത്ത് കാൻഡിൽ മേക്കേഴ്സിനൊന്നും ജോലി ഉണ്ടായിരുന്നില്ല. സോ ഇവരൊന്നും ജോബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മാർക്സിൻ്റെ വ്യൂ ഇതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിരുന്നു. മാർക്സ് പറയുന്നത് വെച്ചാൽ അതൊരു തരത്തിലുള്ള ഫിക്സ് ക്യാപിറ്റലാണ് മെഷീനറീസ്, ആൻഡ് ഇറ്റ് വിൽ ഗിവ് എ അപ്പർ ഹാൻഡ് ടു ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലേബർ എന്നാണ് പറയുന്നത്. മെഷീൻസിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വെരി അൺഎംപ്ലോയ്മെൻറ്റ് സർപ്ലസ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് മാർക്സിൻ്റെ